Found enough money in the pockets to buy a semi-detached house. Oh. That's the kind of money those guys were earning in those days. And you can actually visit the whole and they do fresh seafood off the fishing boats. But if you would rather have fresh seafood sitting inside, this red roofed building here, EUSK, EEUSK, they get phenomenal TripAdvisor and Trustpilot reviews. It takes a little longer to come, but it is very good food. So there's lots of options. Oh, and there's public toilets down in that red building as well. Now the plan is, folks, that I will pick you up at this same spot. Let's see, that's 1:45, 1:45, 3:15. So 3:15 back here at this point, okay? 3:15. 3:15, yeah. Now you will. ഇവിടെ ഒബാനിലൊരു മ്യൂസിയം ഉണ്ട്, വാർ മ്യൂസിയം ഉണ്ട്. അവിടെ ഇതൊരു പ്രൊജക്ടറാണ്, ഫിലിം പ്രൊജക്ടർ, പഴയ കാലത്തെ ഫിലിം പ്രൊജക്ടറാണ്. ബ്രിട്ടീഷ് തോംസൺ ഹൂസ്റ്റൺ പ്രൊജക്ടർ, ഒബാൻസ് ഫസ്റ്റ് സിനിമ ഇന്ന് 1930 അന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഒരു പഴയ കാലത്തെ ഫിലിം പ്രൊജക്ടറാണ് കേട്ടോ. സിനിമാ തിയേറ്ററിലെ സിനിമ കാണിക്കാനുള്ള പ്രൊജക്ടറാണ്. ഇതിൽ സ്പൂളിട്ടിട്ട് ഇത് കൂടെ ഒക്കെ കറങ്ങി കൊണ്ടുവന്നിട്ട് അങ്ങനെ അടിയിലത്തെ സ്പൂളിൽ അത് ചെയ്യും. ഇതായിരുന്നു പഴയ ഫിലിം പ്രൊജക്ടറാണ്. കണ്ടോ? ഇതിൽ സൗണ്ട്, ലൈറ്റ് ഒക്കെ ഉണ്ടാവും. പഴയ കാലത്തെ ഒരു സിംഗർ മെഷീൻ. ഇതൊരു അയൺ ബോക്സ്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു അയൺ ബോക്സ്. സ്വിംഗ് മെഷീനാണ്. പഴയ കാലത്ത് ഒരു ഗ്രാംഫോണാണ്. ജോർജ് സ്ട്രീറ്റ് ഒബാനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാംഫോൺ. വിൻറ്റേജ് കൊളംബിയ ഗ്രാംഫോൺ. എത്ര 1920, 1930 കാലഘട്ടങ്ങളുണ്ട്. ഇതൊരു റേഡിയോ ആണ്, പഴയ കാലത്ത് റേഡിയോ. പഴയ കാലത്തെ സിഗരറ്റുകളാട്ടോ. ഗോൾഡൻ, വിർജീനിയ, റോസ്മേരി ടൊബാക്കോ, ക്യാപ്റ്റൻ നേവി കട്ടൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. പിന്നെ നേവി കട്ട് സിഗരറ്റ്സ് അതൊക്കെ പഴയ കാലത്ത് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരുന്ന സിഗരറ്റുകളാണ്. പിന്നെ ഇതൊരു ടെലിഫോണാണ് കേട്ടോ. ഇതുണ്ട്, പഴയ കാലത്ത് ഒരു ടെലിഫോൺ. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വയർലെസ് സെറ്റാണ്. അതായത് എയറോപ്ലെയിനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വയർലെസ് സെറ്റ്. ഇത് മോഴ്സ് കോഡാണ്. മോഴ്സ് കോഡ് അടിക്കാൻ വേണ്ടിയിട്ടേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കീ ആണത്. ഇത് വയർലെസ് സെറ്റ്. എയറോപ്ലെയിനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വയർലെസ് സെറ്റുകൾ. ഇതൊരു വയർലെസ് റിസീവർ ഫ്രം നമ്പർ 210 സിങ്കാമോർ അവന്യൂ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആർ ജോൺ, 1942 1942 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വയർലെസ് സെറ്റാണ്. ഇതും ഇതേമാതിരി റോയൽ എയർഫോഴ്സിൻ്റെ 1942 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വയർലെസ് സെറ്റാണ്. എയർഫോഴ്സുകാർ യൂറോപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ജനറേറ്ററാണ്. 24 വോൾട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റർ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് കാലത്ത്. ഇത് നിക്കോണിൻ്റെ പഴയ കാലത്തെ ക്യാമറയാണ്. റെക്സിൻ്റെ ക്യാമറ. ഇത് റെക്സിൻ്റെ ക്യാമറയാണ്. നോക്കൂ. അത് കഴിഞ്ഞത് നിക്കോണിൻ്റെയാണ്. പഴയ കാലത്തെ ഒരു ക്യാമറ. നിക്കോൺ ഇറക്കിയിട്ടുള്ള ക്യാമറയാണ്. ഇത് 1960 റെക്സ് എന്നുള്ള കമ്പനിക്കാർ ഇറക്കിയിട്ടുള്ള ക്യാമറയാണ്. ഇത് മിലിറ്ററി ടാങ്ക് പെരിസ്കോപ്പ് എന്ന് പറയും. ഇത് ഈ റോയൽ ഇലക്ട്രിക് ഏരീസ് 800 ക്യാമറ എന്ന് പറയും ഈ സാധനം. സൂപ്പർ 8 ഫിലിം ബാറ്ററി പവർ യൂസ്ഡ് ഫോർ അമേച്ചർ മോഷൻ പിക്ചർ ഫിലിമിംഗ്. പ്രൊജക്ടറാണ്, വിഷ്വൽ ഇൻഫർമേഷൻ പ്രൊജക്ടർ. ഈ ടവറ് 1820
ബെക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയതാണ്. അയാളുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അയാളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ഒരു ഹില്ലുണ്ട്. ആ ഹില്ലിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൗണ് മുഴുവൻ, ഈ ഒബാൻ ടൗണ് മുഴുവൻ കാണാം. ഈ വാട്ടർ ഫ്രണ്ട് ഏരിയ മുഴുവൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇത് 1800 ആ സമയത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെക്കേഴ്സ് എന്നുള്ള ആൾ അവരുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയതിലാണ്. ഇറ്റലിയുടെ അല്ലെങ്കിൽ ഗ്രീസിൻ്റെയോ മോഡലിൽ ഈ സ്കോട്ട്ലൻഡിലൊരു ടവർ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതാണ് മെക്കേഴ്സ് ടവർ എന്നാണ് ഇതിന് പറയുന്നത്. ബാറ്ററി ഹില്ലിൻ്റെ മുകളിലാണ്. ഇതൊരു കുന്നാണ് അതിൻ്റെ മുകളിൽ. ആ കുന്നിൻ്റെ മുകളിലേക്ക് നല്ല കയറ്റമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ കയറാഞ്ഞത്. നല്ലോണം സമയമില്ല അത് കാരണം കൊണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ വ്യൂവും ഇവിടെ കാണാം. അതാണ് മെക്കേഴ്സ് ടവർ. ഇതാണ് ഒബാനിലുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു മോണിമെൻറ്റ്. ഗ്രീക്ക് മോഡലിൽ ഉണ്ടാക്കിയതാണ്. ഒരു പ്രൈവറ്റ് ആൾ ഉണ്ടാക്കിയതാണ്. ബാറ്ററി ഹിൽസിൻ്റെ മുകളിലാണ്. ഒബാൻ വിടുകയായി. ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. 10-15 മിനിറ്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഒബാനിൽ നിന്ന് യാത്ര പറയും. എന്നിട്ട് അങ്ങനെ പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഒബാനത്ത് നമ്മുടെ സമയം കഴിഞ്ഞു. An ex-human resources officer, Alan. Now Alan's about the same age as me. He's 59, and he